കാന്താര എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലാത്തവരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇൻ കേസ് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടു നോക്കുക. ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ ഋഷഭ് ഷെട്ടി തന്നെ നായകനായിട്ടുള്ള കാന്താര എന്ന് പറയുന്ന സിനിമ തെലുങ്ക് സിനിമയാണ്. കണ്ടു നോക്കുക. ഒരു ഗംഭീര ഫീൽ നൽകുന്ന ഒരു നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന നമ്മുടെ മൈൻഡിനെയൊക്കെ ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സിനിമാറ്റിക് ഒരു സംഭവമാണ് കാന്താര എന്ന് പറയുന്നത്. ഗംഭീരമായിട്ട് വർക്കൗട്ടായ തിയേറ്ററിലൊക്കെ നിറഞ്ഞോടിയ ഒരു പുതിയൊരു ചരിത്രം തന്നെ കുറിച്ചാന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സോറി, തെലുങ്കല്ല, കന്നഡ മൂവിയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വില്ലേജിലൊക്കെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കലാരൂപത്തിനെ എടുത്ത് അവർ പ്രസൻറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു. പക്ഷേ അത് കയറി കൊളുത്തി എല്ലാ ലാംഗ്വേജിലേക്കും വേണമെന്ന് ഓരോ ഡിസ്ട്രിബ്യൂട്ടറും ഓരോ തിയേറ്റർ ഓണേഴ്സ് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പരമായിട്ട് അതിൻ്റെ ഓരോ ഡബ് വേർഷൻസ് പിന്നീട് റിലീസായി. ഏതാണ്ട് സിനിമ റിലീസായി ഒരാഴ്ചയോ രണ്ടാഴ്ചയ്ക്കോ ശേഷം മറ്റു ഭാഷകളിലേക്ക് വരികയും 100-200 കോടി കളക്ട് ചെയ്ത 100-200 അല്ലെന്ന് എനിക്ക് തോന്നുന്നു, അതിൻ്റെ മേളിൽ എന്തോ കളക്ട് ചെയ്ത ഒരു സിനിമയാണ് കാന്താര എന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ആക്ച്വലി സെക്കൻഡ് പാർട്ടാണെങ്കിൽ കൂടി അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞ കഥയുടെ ആദ്യ ഭാഗമായിട്ടുള്ളൊരു കഥയാണ് ഇനി റിലീസാകാൻ പോകുന്ന കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ, ഏതാണ്ട് ഒരു 16ഓളം ആൾക്കാരിപ്പം ഓൾറെഡി ഷൂട്ടിങ്ങിനിടയ്ക്ക് മരിച്ചു. ഒരു ശകുനം പിടിച്ച ഒരു ലൊക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഹൈക്കോടതി വരെ വിധിച്ച ഒരു സംഭവമൊക്കെ ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. കുറേ മലയാളികൾ മരിച്ചു. ലാസ്റ്റ് ഋഷഭ് ഷെട്ടി തന്നെ ആക്സിഡൻറ്റിൽ പെട്ടു. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ നടുവിൽ സിനിമ എന്തായാലും ഇപ്പം അതിൻ്റെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിങ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഹോംബാല ഫിലിംസ് അതിൻ്റെ ഒരു ഷൂട്ടിംഗ് വീഡിയോ, മേക്കിംഗ് വീഡിയോ അവർ റിലീസാക്കിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം വരുന്ന ഒരു മേക്കിംഗ് വീഡിയോ. അൺഫോർച്ചുനേറ്റ്ലി അവരെനിക്ക് പേഴ്സണലായിട്ട് മെയിലൊക്കെ അയച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറയാം. അങ്ങനൊന്നുമല്ല, ബട്ട് എനിക്ക് മെയിൽ വന്നിരുന്നു ഇങ്ങനെ റിലീസായെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് എനിക്ക് അയച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്കത് കാണണമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ അത് റിലീസായ സമയത്ത് തന്നെ എടുത്തു വെച്ചു. അതിന് ശേഷം 1 മണിക്കൂറിന് ശേഷമാണ് എനിക്ക് മെയിൽ വരുന്നത്. അപ്പം അത് വീഡിയോ ചെയ്യാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടാണ് 2-3 ദിവസം എടുത്തത്. ഇപ്പോൾ എന്തായാലും നമുക്കത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വെൽക്കം ടു സിനിപീഡിയ. സെയിം കാസ്റ്റ് ആൻഡ് ക്രൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഋഷഭ് ഷെട്ടി, അതുപോലെ തന്നെ ഹോംബാല ഫിലിംസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അജിനേഷ് ലോകനാഥ് കഴിഞ്ഞ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് ഈ പടത്തിലുള്ളത്. ഇറ്റ്സ് എ റാപ്പ് ഓൺ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. അപ്പോൾ അത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. ബൈ. കപ്പൽ, ഹോംബാല ഫിലിംസ്. Oh, I had a dream to share humble my story with the world. Our village, our people, our beliefs. When I chose to pursue that dream, thousands stood with me. 3 years of hard work, 250 days of shoot. 250 days. No matter the challenges I faced, the Daiva never let go of me. My entire team, my producers, they were my backbone. Every day on set, as I looked out at the thousands who had gathered to work, one thought kept coming back to me. This is not just a cinema. This is a divine force. Satya Namo. Thank you so much. Journey begins. Welcome to the world of Kantara. Poli.
2 ഒക്ടോബർ അല്ലേ? പൊളിക്കും മോനെ, പൊളിക്കും എന്ന് പറഞ്ഞാൽ പൊളിച്ചടുക്കും. And I was completely in awe. സോറി പൊളിക്കും എന്ന് പറഞ്ഞാൽ കിടുക്കും, ഒരു രക്ഷയില്ല. ആ സെറ്റ് വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എത്രത്തോളം വൈഡറാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. ഒരു കന്നഡ എന്ന് പറയുന്നത് ആരും അറിയാത്തൊരു ഇൻഡസ്ട്രി ആയിരുന്നു. ഇവരൊരു 3 ഷെട്ടിമാരാണ് ഇതിനെ വേറെ ലെവലിലോട്ട് കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ കണ്ണും പൂട്ടി പറയാൻ സാധിക്കും. ഋഷഭ് ഷെട്ടി, രാജ്വി ഷെട്ടി, പിന്നെ മറ്റവൻ്റെ പേരായിരുന്നു, അതിൻ്റെ പേര് മറന്നുപോയി. ഒരു ഷെട്ടി കൊണ്ട് ഒരു 6 കുട്ടി ഒരു ഷെട്ടിയാണ്. RRR ഷെട്ടീസാണ് അവർ. ഒരു പുള്ളി പറഞ്ഞാൽ ഇതൊരു സിനിമയല്ല, ഇതൊരു ഡിവൈൻ ആണെന്ന് പറയാം, ഡിവൈൻ ഫോഴ്സ് ആണെന്ന് പറയാം. സത്യമാണ്. ആ സിനിമ കാണുമ്പോൾ, കാന്താര എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഫീൽ അടിക്കുന്നുണ്ട്, എന്തോ ഒരു പവർ ആ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളത്. അതാണ് ഒരു സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണക്കാക്കുന്നൊരു കാര്യം. ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ള ഒരുപാട് വലിയ സിനിമകൾ ഗംഭീര വിജയങ്ങൾ നേടിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് എൻ്റെ അറിവിലുള്ള രണ്ട് സിനിമയാണ്. ഒന്ന് പഴശ്ശിരാജയും, 2 ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയും. ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുകയും ഒരുപാട് ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ വൻ ഹിറ്റുകളും കൾട്ട് ക്ലാസിക്കുകളുമായിട്ട് മാറിയ സിനിമകളായിരുന്നു. അതിലേക്ക് ഇന്ത്യൻ 2 എടുത്ത് ഞാൻ ഇടുന്നില്ല, എന്നാലും അത് വിട്. ലൈൻ കട്ട് 2 വേണ്ടി ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എന്നാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാന്താരയിലെ ഒരു സീൻ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയ ഇതായിട്ട് എഴുതിയിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എഴുതിയിടുക. ജസ്റ്റ് എനിക്കറിയാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.